ഇന്ന് രാത്രിയിലെ നമ്മുടെ സന്ദേശത്തിന് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒരാളെ വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാമത്തെ വാക്യം. മതി. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടും. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, നന്ദിയോടെ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകി തന്ന അനുഗ്രഹീതമായ ഈ രാത്രിക്കായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് നന്ദി പറയുന്നു. നല്ല ഗീതങ്ങൾ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. നല്ല അനുഭവങ്ങൾ ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ സ്തോത്രം. തുടർന്നും അങ്ങ് ഞങ്ങളോട് സംസാരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും കർത്താവിന്റെ നാമത്തിൽ വിനീതമായ വന്ദനം. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ ഇവിടെയും ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലും കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന മാന്യന്മാരായ പാസ്റ്റേഴ്സ് പലര് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അവരെ എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. അവരുടെ സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. വന്നു ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായും കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാനായിട്ട് പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ നമുക്ക് ഇന്ന് വചനത്തിലേക്ക് പ്രവേശിക്കാം. യേശു കർത്താവ് പറഞ്ഞ ഒരു വാചകമാണ് ഇവിടെ ഇപ്പോൾ വായിച്ചത്. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പല കാര്യങ്ങൾ നാം ചെയ്യാറുണ്ട്. അതെല്ലാം നല്ലതാണ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് 50-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സ്തോത്രത്തിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിനെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ നമ്മുടെ ശരീരം വിശുദ്ധിയിൽ കാക്കുന്നതിലൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കും. ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. പത്രോസിനോട് യേശു കർത്താവ് ഒരു പ്രവചനം പറഞ്ഞത് ഇങ്ങനെയാണ്: അവൻ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ സ്തോത്രം കൊണ്ടും ജീവിതം കൊണ്ടും മരണം കൊണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം കൊണ്ട് മാത്രം മഹത്വപ്പെടുത്തുകയല്ല, ജീവിതം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ജീവിതം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ മരണം കൊണ്ടും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. നമ്മുടെ മരണം ഒരുപക്ഷെ ചിലർക്ക് നഷ്ടമാകുമെങ്കിലും തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ്. അങ്ങനെ മരണം കൊണ്ടും നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മരണം നഷ്ടമല്ല, ലാഭമത്രേ എന്ന് വരും. എന്നാൽ യേശു കർത്താവ് പറഞ്ഞ ഈ വാക്യം ഇതിലൊന്നും പെടുന്നില്ല. നിങ്ങൾ വളരെ ഫലം കായ്ക്കുമ്പോൾ എൻ്റെ പിതാവ് മഹത്വപ്പെടും. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എത്ര നല്ല പാട്ടാണ് ഇപ്പോൾ ഇവിടെ പാടിയത്. ദൈവത്തിന് നാം മഹത്വം കരയറ്റുകയായിരുന്നു. നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. അതെ, നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ഈ വാക്യം പാട്ടുപാടുന്ന കാര്യമാണോ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പാട്ട് മാത്രം പാടിയാൽ പോരാ.
എന്ന് നാം മനസ്സിലാക്കേണ്ടതല്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം കൈകൾ കൊട്ടിയാൽ മാത്രം പോരാ, കൈകൾ ഉയർത്തിയാൽ മാത്രം പോരാ, പ്രസംഗിച്ചാൽ മാത്രം പോരാ എന്ന് നാം മനസ്സിലാക്കേണ്ടതല്ലേ? നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടതായ ഒരു സത്യത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് നിങ്ങൾ ഫലം കായ്ക്കുമ്പോഴാണ്. ഇന്നലെ നാം ഒരു ആളെ കുറിച്ച് കണ്ടു, ജോസഫ്, ഫലപ്രദമായ വൃക്ഷം. അവന്റെ ജീവിതത്തിന്റെ അവസാനം അല്ലെങ്കിൽ അവന്റെ ജീവചരിത്രം ഒരു കൊച്ചു വാചകത്തിൽ ദൈവതമ്പുരാൻ എഴുതി അവസാനിപ്പിക്കുകയാണ്. അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നു. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എന്താണ് ദൈവം പറയാൻ പോണത്? എന്താണ് കർത്താവ് പറയേണ്ടത്? അവൻ ഫലപ്രദമായ ഒരു വൃക്ഷമായിരുന്നു. അവൾ ഫലപ്രദമായ ഒരു വൃക്ഷം ആയിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ആശയം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ വളരെ ഫലം കായ്ക്കണം, അപ്പോഴാണ് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ കടിച്ചാൽപ്പെടാത്ത കാര്യങ്ങളൊന്നും ഇവിടെ പഠിക്കാനില്ല. ഇവിടെ അതങ്ങ് പ്രായോഗികമാക്കാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. കർത്താവേ, എന്താ കർത്താവേ അങ്ങ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ വളരെ ഫലം കായ്ക്കുമ്പോൾ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നമുക്ക് ചോദിക്കാം, കർത്താവേ, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? അങ്ങേക്ക് മഹത്വം ഉണ്ടാകുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു കാര്യം ഓർക്കുക, അവന്റെ മഹത്വത്തിനായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചത്. അതിനുവേണ്ടിയാണ് നമ്മെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിന്റെ നാമത്തിന് മഹത്വമായിരിക്കട്ടെ. നമ്മൾ കർത്താവിന്റെ നാമത്തിന് മഹത്വം എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ മഹത്വത്തിന് വേണ്ടിയാണ് പലതും ചെയ്യുന്നത്. സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ കർത്താവിന്റെ പേര് പറയുകയും മഹത്വം നമ്മൾ എടുക്കുകയുമാണ് പലയിടത്തും സംഭവിക്കുന്നത്. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിയിട്ട് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തി. നമ്മുടെ കല്യാണ വീടുകളിലും എല്ലാ ഫംഗ്ഷനിലും കർത്താവിന്റെ നാമം ആണോ മഹത്വപ്പെടുന്നത്, അതോ നമ്മുടെ പേരാണോ? കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ നാം എന്താ ചെയ്യേണ്ടത്? മറ്റൊരു സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദൈവവിശ്വസ്ത നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. നമുക്കിന്ന് രാത്രി കുറച്ചുകൂടെ സിൻസിയറായിട്ട് കപടഭക്തി കൂടാതെ പറയാമോ, കർത്താവിന്റെ നാമം എന്നിലൂടെ മഹത്വപ്പെടണം. കർത്താവിന്റെ നാമം എന്റെ ജോലിയിലൂടെ മഹത്വപ്പെടണം. കർത്താവിന്റെ നാമം എന്റെ കുടുംബത്തിലൂടെ മഹത്വപ്പെടണം. കർത്താവിന്റെ നാമം എന്റെ മക്കളിലൂടെ മഹത്വപ്പെടണം. എന്റെ തലമുറയിലൂടെ മഹത്വപ്പെടണം. യോഹന്നാൻ എന്ന മനുഷ്യൻ ഇങ്ങനെ, അവൻ വളരണം, ഞാനോ കുറയണം. സത്യമായിട്ടും അങ്ങനെ പറയാനൊരു കർത്തന് പറ്റുമോ? അങ്ങനെ പറയണമെങ്കിൽ നാം എന്തോരം ഇനി വളരണം? അവൻ വളരണം, ഞാൻ കുറയണം. അതെ, അവൻ എന്നിൽ വളരുവാൻ ഞാൻ കുറഞ്ഞേ പറ്റൂ. കർത്താവിന്റെ നാമം നമ്മിൽ മഹത്വപ്പെടണം എന്നതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ഇന്ന് ഈ മെസ്സേജിലേക്ക് നാം കടക്കുന്നതിന് മുമ്പ് തന്നെ വളരെ സത്യസന്ധമായി കർത്താവിനോട് പറയാമോ, കർത്താവേ, അങ്ങയുടെ നാമ മഹത്വത്തിനായി ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്നുകൂടെ ഇന്ന് രാത്രി സമർപ്പിക്കുന്നു. സ്തോത്രം. ഏത് വിധത്തിലൂടെ നാം ഇവിടെ ജീവിച്ചാലും ദൈവനാമം നമ്മിൽ മഹത്വപ്പെടുന്നുവെങ്കിൽ ഈ ജീവിതം ധന്യമാണ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നില്ല എങ്കിൽ നാം ഇവിടെ ആരായാലും എന്താ പ്രയോജനം? ഇവിടുത്തെ ഏറ്റവും വലിയ ധനികനും ഇവിടുത്തെ ഏറ്റവും ദരിദ്രനും ഒരുപോലെയാകുന്ന ഒരു സമയമുണ്ട്, അത് മരണത്തിന്റെ സമയമാണ്. രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ വർത്താനം പറയുകയാണ്. എടോ, ഞാൻ ഇന്ന് കഴിച്ച ഭക്ഷണം 650 രൂപയുടെ. അപ്പൊ അവന്റെ കൂട്ടുകാരൻ പറഞ്ഞു, പാവം, എനിക്കതിനുള്ള ഭാഗ്യമില്ലടവേ, ഞാൻ കഴിച്ചത് 25 രൂപയുടെ ഭക്ഷണം. എന്നിട്ട് അവനൊരു തമാശ, 3 മണിക്കൂർ കഴിയുമ്പോൾ രണ്ടും ഒരുപോലെയാവും, മറക്കണ്ട കേട്ടോ. സത്യങ്ങൾ എപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. വെറുതെ കുറെ പൊങ്ങച്ചോ കുറെ ജാടയൊക്കെ നമ്മൾ പറയുന്നെങ്കിലും 3 മണിക്കൂർ കഴിയുമ്പോൾ എല്ലാം ഒരുപോലെ. അല്ലെങ്കിൽ 30 വർഷം കൂടെ കഴിയുമ്പോൾ എല്ലാവരും ഒരുപോലെയാവും.
ഏത് സെല്ലിനകത്ത് വെച്ചാലും കൈകാര്യം ചെയ്യുന്ന കക്ഷികളൊന്നുമില്ല. മനസ്സിലായി കാണുകയാണ്. ഏത് വില കൂടിയ ബോക്സ് നമ്മൾ മേടിച്ചാലും അതെല്ലാം ആ ഒരു കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. അതെല്ലാം സെയിമായിരിക്കും. വെറും മായയാണ് ഇതെല്ലാം. ഇതെല്ലാം വെറും മായയാണ്. നിത്യത എന്നൊന്നും ഇല്ലെങ്കിൽ മനുഷ്യജീവിതം വെറും വ്യർത്ഥം. നിത്യതയൊന്നുണ്ടെങ്കിൽ നമ്മൾ കുറേയൂടെ ഗൗരവമായി കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നിലനിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ആത്മാക്കളാണ്. നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങൾ വളരെ ബലം കായ്ക്കണം. നിങ്ങൾ വളരെ ബലം കായ്ക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ബലം എന്നറിയാതെ എങ്ങനെ കായ്ക്കുന്നത്? എന്താ ബലം? ഫലം എന്താണെന്നുള്ളതിന് 2 കുറിപ്പുകൾ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം. ഭൂമിയിൽ നിന്നെ പുല്ലും അതുതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. വിത്തുള്ള ഫലമാണ് ഫലം. എന്തിനാ വിത്ത്? എന്താ വിത്ത്? ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മനസ്സിലോർക്കുക. ആ ഫ്രൂട്ടിനകത്ത് നമ്മൾ കളയുന്ന ഒരു സാധനമാണ് വിത്ത്. നമുക്കെല്ലാം ഇഷ്ടപ്പെട്ട പഴമാണ് മാമ്പഴം. മാമ്പഴത്തിന്റെ അകത്തെ സാധനം ആരും എടുക്കുന്നില്ല. പണ്ടൊക്കെ തീരെ ദരിദ്ര കാലത്തെങ്ങാനും എടുത്തെങ്കിലും എടുത്തു. ആ അകത്തിരിക്കുന്നതിന്റെ പേരാ വിത്ത്. അതെടുത്തൊരേറാണ്. പുറത്തിരിക്കുന്ന സാധനം എല്ലാം നമ്മൾ കഴിച്ചു. പുറത്തേതാ വിലയേറിയതെന്ന് നമ്മൾ ധരിച്ചിരിക്കുന്നു. പക്ഷേ അകത്തേതാ വിലയേറി. അകത്തതിനകത്തൊരു മാവുണ്ട്. ആ ഒരു മാവിൽ 1 ലക്ഷം മാങ്ങ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 10 ലക്ഷം ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ എറിഞ്ഞു. ആ പുറത്തിരിക്കുന്ന 1 കൊള്ളിയല്ലാത്ത സാധനം വിലയേറിയതാണെന്ന് പറഞ്ഞ് കഴിച്ചു. അതിന് കിലോ 150 രൂപ. പക്ഷെ അകത്തിന്റെ വിലയല്ല, പുറത്തിന്റെ വില. വിത്തുള്ളത് കൊണ്ടാണ് ദൈവം അതിനെ ഫലമായിട്ട് അംഗീകരിക്കുന്നത്. അതത് തരം വിത്തുള്ള ഫലം. അങ്ങനെയാണെങ്കിൽ ഒരു മാവിന്റെ ഫലം മാങ്ങയല്ല, മറ്റൊരു മാവാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പെന്തിക്കോസുകാരന്റെ ഫലം പാട്ടപ്രാർത്ഥനയല്ല, മറ്റൊരു പെന്തിക്കോസുകാരൻ. സിമ്പിളാ. ഒരുപാട് നേരം ഒന്നും വ്യാഖ്യാനിച്ച് സമയം കളയുന്നില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ഫലം മറ്റൊരു ക്രിസ്ത്യാനിയാണ്. ഒരു വിശ്വാസിയുടെ ഫലം മറ്റൊരു വിശ്വാസിയാണ്. ഒരു പെന്തിക്കോസുകാരന്റെ ഫലം മറ്റൊരു പെന്തിക്കോസുകാരൻ. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ 15:8 എത്ര പേര് പ്രായോഗികമായി എന്ന് ഇപ്പൊ ചിന്തിച്ചു? നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നവരാണ്. വളരെയൊക്കെ നിൽക്കട്ടെ, ഒരെണ്ണം കിട്ടിയത് എത്ര പേര്? വിശ്വാസത്തിൽ വന്നിട്ട് 10 കൊല്ലമായി. ഞാൻ നിമിത്തം ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറയാൻ കഴിയുന്നവർ കൈപൊക്കരുത്. ഇത് കൈപൊക്കിയ തീരുന്ന കേസല്ല. ഇത് ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യം. നിങ്ങൾ നിത്യതയിൽ എത്തുമ്പോൾ ഒരാൾ നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ, ഈ സഹോദരിയ എന്നോട് ആദ്യ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഈ സഹോദരൻ എന്നോട് ആദ്യ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഈ സഹോദരനെ ഞാൻ ഇങ്ങനെ ഒന്നും അറിയാതിരുന്നപ്പോൾ ഒരു ബൈബിൾ എനിക്ക് കൊണ്ടുവന്നു, ആ സഹോദരി എനിക്ക് വേണ്ടി വന്ന് പേടിക്കേണ്ട, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചത് എന്ന് നിങ്ങളെ ചൂണ്ടി പറയാൻ എത്ര പേര് കാണും? നിങ്ങളെ ചൂണ്ടി പറയാൻ എത്ര പേര് കാണും? ഇപ്പൊ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നില്ല എന്ന് പിതാവ് നോക്കും. ഞാൻ ഇന്നലെ ഇവിടെ സന്ധ്യയ്ക്ക് വന്നപ്പോൾ ബീഹാറിൽ നടന്നൊരു സംഭവത്തെ കുറിച്ച് കേട്ടു. ഞാൻ പെട്ടെന്ന് അദ്ദേഹവുമായിട്ട് ഫോണിൽ ബന്ധപ്പെട്ടു. ഡോക്ടർ എബി എൻ്റെ ഒരു അടുത്ത സ്നേഹിതനാണ്. കഴിഞ്ഞ ആഴ്ചയിലും അദ്ദേഹം പർവ്വത്ത് വന്നിരുന്നു. അവിടെ ഒരു മിഷണറി കുടുംബം ആക്സിഡന്റിൽ മരിച്ചു. ആ ദൈവദാസൻ കിടന്ന കിടപ്പിൽ കിടന്ന് കരയുകയും, ഞാൻ ഇന്നലെ രാത്രി ഒരുപാട് നേരം ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കാൻ എന്തോ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു. കാരണം എനിക്ക് ആ മിഷൻ സ്റ്റേഷനെ കുറിച്ച് നന്നായിട്ട് അറിയാം. കേരളത്തിലൊരു യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം തമ്പുരാൻ വിളിച്ചെന്നും പറഞ്ഞ് സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെയും കൊണ്ട്, ബാങ്ക് മാനേജറായിരിക്കുന്ന ഭാര്യയും കൊണ്ട് ബീഹാറിൽ പോയി കിടക്കണമെങ്കിൽ എന്തെങ്കിലും മാനസിക രോഗം ഇല്ലാതെ പറ്റത്തില്ല.
ഗുരുതരമായ പ്രശ്നം തലയ്ക്ക് പറ്റിയാലേ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അദ്ദേഹം നമ്മളെക്കാൾ ബുദ്ധിമാനാണ്. വലിയൊരിതെന്തോ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നശിക്കുകയല്ലേ? ഇല്ല പാസ്റ്ററെ, ഒരിടത്തും ഒന്നും പോവുകയില്ല. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാം? ബീഹാറിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറി. മിഷണറിമാരുടെ ശവപ്പുറമൊന്നും ചെല്ലുന്നവരെല്ലാം തല്ലിക്കൊല്ലുന്ന നാടകമൊക്കെയുള്ള സ്ഥിതിയൊക്കെ മാറി. എന്താ സംഭവിച്ചതെന്ന് പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ. കൊയ്ത്തിന് നിലങ്ങൾ വെളുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെല്ലാം വേല തുടങ്ങിയോ എല്ലാം ആത്മാക്കൾ. എല്ലായിടത്തും മിഷണറിമാർ എഴുന്നേൽക്കുന്നു. അവിടെ നിന്ന് ലോക്കൽസിന്റെ ഇടയിൽ നിന്ന് തന്നെ സുവിശേഷ വേലയ്ക്കായി സമർപ്പിച്ചവരുടെ എണ്ണം നമുക്ക് ഊഹിക്കാവുന്നതിനേക്കാൾ വളരെ വലുതാണ്. ഞാൻ ആ സ്റ്റേഷനിലൂടെ സഞ്ചരിച്ച ഈ കഴിഞ്ഞ 3 വർഷം തുടർച്ചയായിട്ട് പോകുന്ന ഒരാളാണ്. അതെ, ആത്മാക്കളെ നേടുന്നതിനേക്കാൾ വലിയൊരു കാര്യം ഈ ഭൂമിയിൽ മറ്റൊന്നില്ല. പാട്ടുപാടിയത് നല്ല കാര്യമാണ്, പ്രാർത്ഥിച്ചത് നല്ല കാര്യമാണ്. പക്ഷേ ആത്മാക്കളെ നേടുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. മറ്റൊരു സമുദായം കൂടെ ഈ ഭൂമിയിൽ ഉണ്ടാകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ആകയാൽ സകല കഴിവും സംഭരിച്ച് നമുക്ക് ആത്മാക്കളെ നേടുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാം. ഡോക്ടർ എഡിയോട് കൂടെ പ്രവർത്തിക്കുന്ന ജയിക്കബ്, ഞാൻ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ബൈബിൾ സ്കൂളിൽ. ജയിക്കബ് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞാനൊരു അപ്പച്ചനെ പരിചയപ്പെട്ടു. അവിടുത്തെ ഒരു അപ്പച്ചനെ എന്നെ കൊണ്ട് കാണിച്ചത്. ഒരുപക്ഷെ നിങ്ങളേതൊരു കാസറ്റ് കേട്ടിട്ടാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്നാ ഈ അപ്പച്ചന്റെ പ്രത്യേകത? ഈ അപ്പച്ചൻ 2 പ്രാവശ്യം സ്നാനപ്പെട്ടാണ്. 2 പ്രാവശ്യം. ഞാൻ ചാരുന്ന ഈ പുള്ളി റേഡിയോയിൽ കൂടെ സുവിശേഷം കേട്ടു. പണ്ടം കണ്ട് കേട്ട് സ്നാനം വരെ വന്നു. അവിടെ സിലോൺ റേഡിയോയ്ക്ക് എഴുതി എനിക്ക് സ്നാനപ്പെടണമെന്ന് അവർ പറഞ്ഞു. റേഡിയോയിൽ കൂടെ സ്നാനപ്പെടുത്താൻ ഞങ്ങൾക്ക് അവിടെ വരാനും ഒക്കത്തില്ല. നിങ്ങളെ സ്നാനപ്പെടുത്താൻ ഏതെങ്കിലും ഒരു സുവിശേഷകൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റും. അതിനിടെ ക്ലാസ് മാറി, കർത്താവിന്റെ വരവെന്നുള്ള ക്ലാസ്സിനെ. അപ്പൊ പുള്ളിക്ക് ആ ടെൻഷനായി. ഉപദേശിട്ട് വരുന്നുമില്ല, കർത്താവ് വരികയും ചെയ്തെങ്കിൽ നമ്മുടെ കാര്യം പോകും. പുള്ളി ഗംഗാ നദിയിൽ ഇറങ്ങി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെ മുങ്ങി. നടന്ന കാര്യങ്ങൾ തന്നെ മുങ്ങി. അല്പഭാരക്കാരൻ. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ജയിക്കബ് ആ ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിൽ ട്രാക്ട് കൊടുത്തോണ്ട് നിർത്തുന്നു. ഈ വല്യപ്പം വന്ന് ജയിക്കബിന്റെ കയ്യെ പിടിച്ചു. നിങ്ങൾ സ്നാനപ്പെടുത്തുന്ന ആളാണോ ചോദിച്ചു. ജയിക്കബ് വരയ്ക്കാൻ തുടങ്ങി. കാരണം തല്ലിക്കൊല്ലാനായിരിക്കും എന്ന് പറഞ്ഞു. വിളിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിക്കാനല്ല, എന്നെ സ്നാനപ്പെടുത്താവോ എന്ന് ചോദിക്കാനാണ് വിളിച്ചത്. അപ്പോഴും പേടിയാണ്. പിന്നെ വിശദമായി കഥ പറഞ്ഞു. ആ മനുഷ്യനെ കൊണ്ടുപോയി ഗംഗയിൽ വീണ്ടും സ്നാനപ്പെടുത്തി. അപ്പൊ സ്ഥിതി മാറിയെന്നാണ് ഞാൻ പറഞ്ഞത്. സ്ഥിതി മാറി. അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന എറണാകുളംകാരനായ പി.ടി. തോമസ് സാറിനോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ 10-20 കൊല്ലം അവിടെ ജോലി ചെയ്തത്, ഒരു ഒറ്റ മനുഷ്യൻ അവിടെ സ്നാനപ്പെടുകയില്ല എന്ന്. ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത് ആരുടെയും കഴിവല്ല, ദൈവത്തിന്റെ സമയം വന്നിരിക്കുക. കൊയ്ത്തിന്റെ സമയം വന്നിരിക്കുക. ഞാനും നിങ്ങൾ അറിയുന്നതിൽ കൂടുതൽ ആളുകൾ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് മനുഷ്യർ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. തട്ടിപ്പും കള്ളത്തരവും ഒക്കെ അവിടെ ഇവിടെ നടക്കുന്നുണ്ടായിരിക്കും. അത് എനിക്ക് വിഷയമല്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, ഞാനും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ കാര്യം ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നാം ഇതിനു വേണ്ടി ഉണരുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടും. നാം സംഘടനാപരമായി വലുതാകുക എന്നുള്ളതല്ല ദൈവം ആഗ്രഹിച്ചത്. നമുക്ക് സ്ഥാപനങ്ങൾ ഉള്ളത് നല്ലതാണെങ്കിലും ഉള്ള സ്ഥാപനത്തെ വീണ്ടും വീണ്ടും പെയിന്റ് അടിക്കുന്നതിനേക്കാൾ ആത്മാക്കളെ നേടുന്നതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. സ്തോത്രം, 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 സ്തോത്രം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരു കാര്യം ഇതാണ്, വിത്തുള്ള ഫലം എന്ന് പറഞ്ഞാൽ ആത്മാക്കൾ നേടുന്നതാണ് ഫലം. ഒരു വിശ്വാസിയുടെ ഫലം മറ്റൊരു വിശ്വാസിയാണ്. അതാണ് അതിന്റെ ഒരു വശം. അല്ല, അതാണ് പ്രധാന വശം. നിങ്ങൾ നിമിത്തം എത്ര പേർ വിശ്വാസത്തിൽ വന്നിട്ടുണ്ട്? നിങ്ങൾ നിമിത്തം എത്ര പേർ വിശ്വാസത്തിൽ പോയിട്ടുണ്ട്? എല്ലാം ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. ഒരാളെ നേടുക
അത്ര എളുപ്പമുള്ള കാര്യം അല്ല. അതിന് വളരെ 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 ബുദ്ധിമുട്ടുണ്ട്. എനിക്കിന്ന് ഛത്തീസ്ഗഡിലെ കാര്യം കേട്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി. ഇത്രയും വലിയ പ്രവൃത്തി അവിടെ ദൈവം ചെയ്തല്ലോ. ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ആ ദേശത്ത് കഠിനാധ്വാനം ചെയ്യുന്ന ഈ ദൈവദാസന്മാരെ ഓർത്ത് വേദനയോടെ പ്രാർത്ഥിപ്പാൻ എനിക്കും നിങ്ങൾക്കും കടപ്പാട് ഉണ്ട്. അവിടുത്തെ വേല നമ്മൾ ഈ പറയുന്ന പോലെ അത്ര വേഗത്തിൽ നമ്മളെപ്പോലെ അവരാകട്ടെ. നമ്മുടെ കൾച്ചറിലേക്കൊന്നും അവരെ 1, 2, 3 എന്ന് കൊണ്ടുവരാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ യേശു എന്ന് വിളിക്കാനെങ്കിലും അവർക്ക് അനുവാദം ഉണ്ടാകണം. യേശു എന്ന് വിളിക്കാനെങ്കിലും അവർക്ക് അവകാശം ഉണ്ടാകണം. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് വരാത്തത്. ഒന്നുകൂടെ പറയാം, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കർത്താവ് ഇതുവരെ വരാത്തത്. നമ്മളെല്ലാ യോഗം കഴിയുമ്പോൾ പറയും, ആമേൻ കർത്താവേ വരണം. ഞാൻ 2 കൊല്ലം മുമ്പ് ഈ ഷാദയിൽ വേൾഡ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി എഴുതി തന്ന ഒരു കത്ത് ഇതിനകത്ത് ഇപ്പോഴും ഇരിപ്പുണ്ട്. എല്ലാ യോഗം കഴിയുമ്പോഴും ആമേൻ കർത്താവേ വരണമേ എന്ന് പറയും. ഞാൻ മാത്രം പറയാതെ ഇങ്ങനെ മൗനമായിട്ട് നിൽക്കും. ഞാനങ്ങനെ പറയാത്തത് എന്റെ വീട്ടിൽ ഞാൻ മാത്രമേ വിശ്വാസികളുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ആമേൻ കർത്താവേ വരണമെന്ന് പറയുമ്പോൾ എന്റെ പൊന്നു കർത്താവേ വരില്ലേ എന്ന് ഞാൻ പതുക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് തെറ്റാണോ എന്നാണ് സംശയം എഴുതി ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഉപദേശമൊക്കെ അവിടെ നിൽക്കട്ടെ, സഹോദരി പറഞ്ഞത് തെറ്റല്ല. വേഗം വരണമെന്ന് പറയുന്ന അവനവന്റെ ആഗ്രഹം കൊണ്ട് പറയുന്ന അവര് പറഞ്ഞോട്ടെ, നിങ്ങൾ പറയണ്ട. അത് ഞാൻ പറഞ്ഞതുകൊണ്ടാണോ വരുന്നത്, ഞാൻ പറയാത്തതുകൊണ്ടാണോ വരാത്തത്? ഒന്നുകൂടെ ഞാൻ ചോദിക്കുന്നു, ഞാൻ പറഞ്ഞതുകൊണ്ടാണോ യേശു വരുന്നത്, ഞാൻ പറയാത്തത് കൊണ്ടാണോ വരാത്തത്? അല്ല, സുവിശേഷീകരണം നടക്കാത്തതുകൊണ്ടാണ് വരാത്തത്. ആരും നശിച്ചു പോകാതെ മാനസാന്തരപ്പെടണമെന്ന് ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ സ്വാർത്ഥതയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഞങ്ങൾ കയറി പറ്റി, ഇനിയും വണ്ടി വിട്ടു. സ്വന്തം ലിമിറ്റഡ് സ്റ്റോപ്പ് കയറി പറയുക, ഇനി എങ്ങ് നിർത്തരുത്, ഇത് ലിമിറ്റഡ് സ്റ്റോപ്പാണ്. അതേസമയം നീ കയറിയത് എങ്ങനെയാ? ആ ഡ്രൈവർ കാരണം അത് നിർത്തിയതുകൊണ്ടല്ലേ. നിർത്തി കഴിഞ്ഞിട്ട് പറയാ, ഇനി ഒറ്റ സ്റ്റോപ്പിൽ നിർത്തണ്ട, വിട്ടോട്ടെ. സ്വന്തം ഈ പാട്ട് തുടങ്ങിയിട്ട് കല്ലക്കറയാണ്. പക്ഷേ സുവിശേഷീകരണത്തിൽ കുറെ കൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സുവിശേഷം അറിഞ്ഞവർ സുവിശേഷം അറിയിക്കാതിരുന്നാൽ സുവിശേഷം അറിയാത്തവർ എങ്ങനെ രക്ഷിക്കപ്പെടും? നിങ്ങൾ വളരെ ഫലം കായ്ക്കണം എന്ന് കർത്താവ് പറഞ്ഞതിന്റെ യഥാർത്ഥാർത്ഥം ആത്മാക്കളെ നേടുക എന്നതാണ്. ഓരോരുത്തരും ആത്മാക്കളെ നേടുന്നതിനെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട സമയം നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു. ദൈവം നമുക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും തന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനോട് എന്താ പറയുന്നത്? ലൂക്കോസ് 12 8:1. മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുൻപിൽ തള്ളിപ്പറയും. മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുൻപാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുൻപിൽ തള്ളിപ്പറയും. ആമേൻ. ഇതിനകത്ത് എന്തോ വ്യാഖ്യാനം ഒന്നും വേണ്ട. മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരുണ്ടോ അവിടെയൊക്കെ യേശുവിനെ സാക്ഷിക്കണം. അങ്ങനെ സാക്ഷിച്ചാൽ അവനെ സ്വർഗത്തിൽ മഹാസമ്മേളനത്തിൽ ഞാനും പ്രത്യേക ആദരിക്കും. ഇത്രയുള്ള അതിനർത്ഥം. മനുഷ്യരുടെ മുമ്പിൽ സാക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സഭായോഗത്തിൽ സാക്ഷിക്കുന്ന കാര്യമല്ല. സഭായോഗത്തിൽ സാക്ഷിക്ക് സമയം കിട്ടിയില്ല എന്നുള്ള പരാതി തീരണേ കർത്താവ് പറഞ്ഞു. അത് മിക്കവാറും എല്ലാം പറയുന്നല്ല നമ്മൾ ജയിപ്പ് ചെയ്ത് വെച്ച ഏറെക്കുറെ ഒരുപോലെ ഇരിക്കും. എന്നാൽ വെളിയിൽ യേശുവിനെ സാക്ഷിക്കുന്ന കാര്യം ഗൗരവമായിട്ടെടുക്കും. സഭയിൽ ഒരു പ്രബോധനം, ഒരു സാക്ഷിയൊക്കെ പറഞ്ഞാൽ നല്ല താല്പര്യമുണ്ട്. പക്ഷെ എവിടെ സമയം? എന്നാൽ പുറത്തേക്ക് ഇഷ്ടംപോലെ സമയം.
മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ഞാൻ ഏറ്റുപറയും. എന്താണ് നമ്മുടെ തടസ്സം? നമുക്ക് കർത്താവിനെ സാക്ഷിക്കുന്നതിന്റെ തടസ്സം എന്താണ്? വ്യക്തിപരമായി യേശുവിനെ സാക്ഷിക്കുന്നതിന്റെ തടസ്സം എന്താണ്? ഞാൻ 5 കാര്യങ്ങൾ പറയാം. 1, വിശുദ്ധി തികഞ്ഞിട്ടില്ല എന്ന തോന്നൽ. എന്നിൽ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, തെറ്റുകളുണ്ട് എന്ന ചിന്ത എല്ലാം. അതുകൊണ്ട് കർത്താവിനെ സാക്ഷിക്കുന്നതിൽ നിന്ന് നാം പുറകോട്ട് മാറും. എങ്കിൽ കേട്ടുകൊള്ളുക, വിശുദ്ധി തികഞ്ഞ ശേഷം നിങ്ങൾക്ക് സാക്ഷിക്കാൻ കഴിയുകയില്ല. എന്താ അങ്ങനെ തീർത്തു പറഞ്ഞതിന് തെളിവ് പറയാം. വിശുദ്ധി തികഞ്ഞവരൊക്കെ ഇത് കൈവയ്ക്കും. അപ്പൊ വിശുദ്ധി തികഞ്ഞ ആരും ഇത്രയും വലിയ കോൺഗ്രിഗേഷൻ ഇല്ലെങ്കിൽ ഇനി എന്ന് തികയും? അപ്പൊ വിശുദ്ധി തികഞ്ഞ ശേഷം സാക്ഷീകരണത്തിന് ആരും ശ്രമിക്കേണ്ട. വിശുദ്ധി തികഞ്ഞിട്ട് സാക്ഷിക്കാൻ സാധ്യമല്ല. പിന്നെ എന്താ മാർഗം? സാക്ഷീകരണം നിങ്ങൾ ആരംഭിച്ചാൽ വിശുദ്ധീകരണം നടക്കും. അതെങ്ങനെയാ പറയാം? നിങ്ങൾ സാക്ഷി പറയാമെങ്കിൽ അവർ നിങ്ങളോട് ചോദിച്ചോളൂ, നിനക്ക് അങ്ങനെ ചെയ്യാവോ, നിനക്ക് ഇങ്ങനെ ചെയ്യാവോ, നിനക്ക് കൈക്കൂലി മേടിക്കാവോ, നിനക്ക് കള്ളത്തരം പറയാവോ, നിനക്ക് നുണ. അപ്പൊ സാക്ഷി പറഞ്ഞാൽ വിശുദ്ധീകരണം വേഗത്തിൽ നടക്കും. മറ്റുള്ളവർ നമ്മളെ ശരിയാക്കുള്ളൂ, നമ്മൾ ശരിയാക്കണം. അവരൊന്നെങ്കിൽ നമ്മുടെ സാക്ഷി നിർത്തിക്കും, അല്ലെങ്കിൽ നമ്മുടെ തെറ്റ് നിർത്തിക്കും. നീ ഇതും അതും കൂടെ വേണമെന്ന് പറയും. അപ്പൊ നമ്മൾ ഏത് വേണമെന്ന് അങ്ങനെ തീരുമാനിച്ചാൽ മതി. അപ്പൊ വിശദീകരണ ആഗ്രഹമുണ്ടോ? എങ്കിൽ സാക്ഷീകരണം തുടങ്ങിക്കൂ. സാക്ഷ്യം നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം ഗൗരവത്തോടെ നിങ്ങൾ നയിക്കേണ്ടി വരും. നിങ്ങൾക്കൊരു കൊച്ചു കാര്യത്തിൽ പോലും വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തോട് ഭയങ്കര ഗൗരവബോധം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ യേശുവിനെ സാക്ഷിക്കാൻ തുടങ്ങിയ. സ്തോത്രം. രണ്ടാമത്തെ കാര്യം, വചനം മുഴുവൻ പഠിച്ചിട്ട് സാക്ഷിക്കാവുന്ന ഓർത്തിരിക്കുക. അതിനും ഒരു ചോദ്യം. വചനം പഠിച്ച് കഴിഞ്ഞവരൊക്കെ അത് കൈവയ്ക്കുക. ആരും കൈവക്കുന്നില്ല, ഒക്കുകയില്ല. അപ്പൊ വചനം പഠിച്ച് തികഞ്ഞ ശേഷവും നിങ്ങൾക്ക് സാക്ഷീകരണം സാധ്യമല്ല. വചനം പഠിച്ച് തികയുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അപ്പൊ പിന്നെ എന്നാ മാർഗം? അതിന് മാർഗം തന്നെയാ. സാക്ഷീകരണം ആരംഭിച്ചാൽ വചനം പഠിക്കും. അതെങ്ങനെയാണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം ബോർഡിങ്ങിൽ താമസിച്ച് പഠിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ, ചർച്ചിലെ കുട്ടികൾ വന്നിട്ട് എന്നോട് ചോദിക്കുക, പാസ്റ്ററേ നമുക്ക് എത്ര ദൈവം? എന്നാ വേണം? നമുക്ക് ഏക ദൈവമേ അല്ലേ? അല്ല, നമുക്ക് 3 ദൈവമില്ലേ? എന്താ നിനക്ക് പറ്റിയേ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇപ്പൊ എത്രയായി? 3 അല്ലേ? എന്താണ് അടിസ്ഥാന പ്രശ്നം? പറ. ഇവൻ താമസിക്കുന്ന ലോഡ്ജിൽ, ഹോസ്റ്റലിൽ ഇവൻ സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ദൈവം? അപ്പോഴാ പുള്ളി ഈ കാര്യം അറിയും. സഭായോഗത്തിൽ 100 കൊല്ലം സാക്ഷി പറഞ്ഞാൽ ഇങ്ങനെ പ്രശ്നം വരികയില്ല. വെളി സാക്ഷി പറഞ്ഞപ്പോൾ തൃത്വം എന്താണെന്ന് പഠിക്കേണ്ടി വന്നു. അപ്പോഴും ബൈബിൾ പഠിക്കാൻ തുടങ്ങി. അത് പഠിച്ചു. വേറൊന്നും ചോദിക്കുക, നമ്മളെന്താ, നമുക്ക് മാതാവില്ലെന്നാണ് ആൾക്കാർ പറയുന്നത്. ഞാൻ പറഞ്ഞു, നിനക്ക് അമ്മയില്ലേ? അതല്ല പാസ്റ്ററേ, നമ്മൾ മാതാവില്ലാത്തവരാന്ന് പറഞ്ഞു. എന്താ കാര്യം? സാക്ഷി പറഞ്ഞത് കൊണ്ടാണ്. അപ്പൊ സാക്ഷി പറഞ്ഞാൽ വചനം പഠിപ്പിച്ചോളും. ആര്? നാട്ടുകാർ. ഒരു സംശയമില്ല. പറഞ്ഞു നോക്കാം. ഉടനെ നിങ്ങൾ നിർത്തി പിടിച്ച് പുസ്തകം പറിക്കാൻ തുടങ്ങും. കാരണം എന്നോട് മറുപടി പറയണ്ടേ. അങ്ങനെ 1 പറഞ്ഞ് 2 പറഞ്ഞ് അടുത്തത് അടുത്തയാൾ പഠിപ്പിക്കും, അടുത്തത് അടുത്തയാൾ പഠിപ്പിക്കും, അടുത്തത് അടുത്തയാൾ പഠിപ്പിക്കും. ഒടുവിൽ കർത്താവിന്റെ ഭാരവും വരെ നിങ്ങൾ പഠിക്കും. സാക്ഷീകരണം തുടങ്ങിയ വേദോസം പഠിക്കാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾ വചനത്തിൽ നിശ്ചയമുള്ളവരാകും സാക്ഷീകരണം തുടങ്ങാം. 3ാമത്തെ കാര്യം, എന്റെ വീട്ടുകാരെല്ലാം ഒന്ന് ക്രമീകരിച്ചിട്ട് സാക്ഷീകരണം തുടങ്ങാമെന്ന്. കാരണം പിള്ളേരുടെ കല്യാണങ്ങളൊന്നും നടക്കണം. പിന്നെ ഒരു വീട് പണിതുകൊണ്ടിരിക്കുക. അതിന്റെ ആ കാര്യങ്ങൾ ചൂട് ശരിയാക്കണ്ട. കോമ്പൗണ്ട് വാളൊക്കെ കൂടി തീർത്ത് ഒരു 2 പട്ടിയെ കൂടെ മേടിച്ചിട്ട് പിന്നെ തുടങ്ങാൻ നോക്കിയിരിക്കുക. തീരുകയെന്ന് ഞാൻ എഴുതിത്തരാം. കാരണം നിങ്ങളെ കെട്ടിച്ച പിള്ളേരില്ലേ, അവരോടനെ പ്രസവിക്കാൻ പറ്റും.
വിഷയങ്ങളെല്ലാം തീർന്നിട്ട് സാക്ഷീകരണം നടക്കില്ല. പിന്നെ എന്നാ ഭാഷമാറുണ്ട്? സാക്ഷീകരണം തുടങ്ങിയാൽ വിഷയം ശരിയായിക്കോളൂ. അതെങ്ങനെയാ? വകുപ്പുണ്ട്, വായിച്ചു, എടുത്തു വായിക്കണ്ട, മനസ്സിൽ കുറിച്ചു. മത്തായി 6:33 മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടെ ഇതൊക്കെ ശരിയായിക്കോളൂ. സ്തോത്രം. നീ എന്റെ കാര്യം നോക്ക്, നിന്റെ കാര്യം ഞാൻ നോക്കാം എന്ന് തമ്പുരാൻ അരുളി ചെയ്യുന്നു. നീ കർത്താവിന്റെ കാര്യങ്ങളൊന്നും ചെയ്തു നോക്കിയേ, നിന്റെ കാര്യങ്ങൾ ദൈവം ക്രമത്തിലാക്കാം. ഹല്ലേലൂയ. നീ ഒന്നുകൂടെ സാക്ഷീകരണത്തിന് വേണ്ടി മെനക്കെട്ട് നോക്കിയേ, ഒന്നുകൂടെ ഉത്സാഹിച്ചു നോക്കിയേ, നിന്റെ കാര്യങ്ങൾ ശരിയാവും. ശരിയായ അനുഭവങ്ങളോട് ചോദിച്ചു നോക്കിയേ. കർത്താവിനെ സാക്ഷിക്കാൻ ഇറങ്ങിയപ്പോൾ കുഴഞ്ഞു കിടന്ന കുടുംബ പ്രശ്നങ്ങളൊക്കെ ദൈവം ക്രമീകരിച്ചെന്ന് ബോധ്യമുള്ളവർ കൈയുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയ ശേഷം സാക്ഷീകരണം നടക്കുകയില്ല. കാര്യങ്ങളെങ്കിലും വന്നുകൊണ്ടിരിക്കുക. ഒന്ന് കഴിയുമ്പോൾ മാറ്റുന്നത്, ഒന്ന് കഴിയുമ്പോൾ മാറ്റുന്നത്. അത് കഴിയുമ്പോഴാണ് പറയുന്നത്, അപ്പുറത്ത് കിടക്കുന്ന ആ സ്ഥലം കൂടെ മേടിച്ച് ഇതിനോട് അങ്ങ് ചേർക്കുകയാണ് നല്ലതല്ലേ? അതും നല്ലതാണ്. ഏതാ നല്ലതല്ലാത്ത? താജ്മഹൽ മേടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നുണ്ടെന്നേ. അതിപ്പോ പറഞ്ഞിട്ട് കാര്യം. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടത് ഒന്നുകൂടെ പറയാം. 2 മദ്യപാനികൾ തമ്മിൽ പറയുക, ഞാൻ താജ്മഹൽ മേടിക്കാൻ പോകും. അപ്പൊ മറ്റോ പറയാ, ഞാനത് കൊടുക്കുന്നില്ല. അപ്പൊ ആർക്കാ കൂടുതൽ പിടിച്ചത് പിടികിട്ടില്ലേ? അതിനേക്കാൾ കുഴപ്പത്തിലേക്ക് നമ്മൾ നീങ്ങുക. ഒരു ഭൗതിക സാമ്രാജ്യമാണോ നമ്മുടെ ലക്ഷ്യം? എങ്കിൽ എന്തിന് സമുദായപ്പെട്ടു? ഭൗതികതയാണോ അനുഗ്രഹത്തിന്റെ അടയാളം? എങ്കിൽ നാം തെറ്റിയിരിക്കുന്നു, നാം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഭൗതികതയല്ല അനുഗ്രഹത്തിന്റെ അടയാളം. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് ആയുഷ്കാലമാണ്, നന്മയും കരുണയും. അത് കഴിഞ്ഞിട്ടോ ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. അവിടെയാണ് എന്തെങ്കിലും വേണ്ടത്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ. കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തിയ ശേഷം നിങ്ങൾക്ക് സാക്ഷീകരണം സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. സ്തോത്രം. 4ാമത്തെ കാര്യം, ശരീരത്തിന് അല്പം പ്രയാസമൊക്കെ ഉണ്ട്. ഈ കൊളസ്ട്രോളിന്റെ ഒരു ബുദ്ധിമുട്ടും, പിന്നെ ആർത്രൈറ്റിസിന്റെ ഒരു ചെറിയ പ്രയാസം, പിന്നെ ഒരു ഡിസ്കിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു തലവേദനയുണ്ട്. ഇതും കൂടി ഒന്ന് മാറിയിട്ട് സാക്ഷീകരണം തുടങ്ങാം. മാറാൻ സാധ്യത കുറവാ, കൂടാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ നിലവിലുള്ളതെല്ലാം ഇനി കൂടത്തിലുള്ള കുറയുള്ളൂ. ഏത് ക്രൂസൈഡിൽ പോയാലും സംഭവം ഇത് ഇങ്ങനെ തന്നെ. കാരണം ഇത് ഇറക്കം വിട്ടോണ്ടിരിക്കുക. ഒരു കയറ്റം കയറി വന്നിപ്പോ ഇറക്കമാക്കി. ഇനിയിപ്പോ എന്ത് ചെയ്താലും ഇത് റിവേഴ്സ് കയറത്തില്ല. ഇത് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. സ്തോത്രം. നിങ്ങൾക്ക് എത്ര അല്പന സൗഖ്യം കിട്ടിയാലും നിങ്ങൾ മരിച്ചു പോകും. നിങ്ങൾക്ക് അസുഖമൊക്കെ ഇനിയും വരും. സ്തോത്രം. ഇത് സത്യങ്ങൾ പറയുമ്പോൾ വിഷമത്തിന്റെ കാര്യമില്ല. സ്തോത്രം, 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 സ്തോത്രം. ഇന്നലെ ഞാനൊരു കാര്യം പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ഒരമ്മച്ചിയുടെ ശവക്കല്ലറിൽ എഴുതി വെച്ചിരിക്കുകയാണ്, കുറച്ചു കാലം മുമ്പ് ഞാൻ നിങ്ങളെ പോലെയാവും, ഇനി കുറച്ചു കാലം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ എന്നെ പോലെയാവും. 2-3 പ്രാവശ്യം വായിച്ചാൽ മതി. ഇത്ര ഉള്ള കഥ, ഇത്ര ഉള്ളത് തീരാൻ പോവുകയാണ്. ഇത് തീരാൻ പോവുകയാണ്. സമയം വേഗം ഓടുകയാണ്. രോഗം മുഴുവൻ മാറിയിട്ട് സാക്ഷിയാക്കാൻ പറ്റുകയില്ല. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ടെലിവിഷനിൽ കാണുകയാണ്. ഒരു മനുഷ്യൻ സുവിശേഷം പറയാൻ പോണ അയാളുടെ സാക്ഷ്യമാണ്. പൗർവിഷനിൽ കണ്ടതാ. ആ സംഭവം ഇതാണ്. അങ്ങനെ ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. വണ്ടി ഒരു കഠിനമായ ആക്സിഡന്റിൽ പെട്ട് അയാളെ കുടൽ പുറത്തെടുക്കും. ഓപ്പറേഷൻ കൊണ്ട് അത് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് ഒരു മനുഷ്യന്റെ തലയേക്കാൾ വലുപ്പത്തിൽ ഒരു വലിയ മുഴ ഈ വയറിന്റെ പുറത്ത് രൂപം കൊണ്ടിരിക്കും. പക്ഷെ അയാൾ ആശുപത്രി കിടന്നുകൊണ്ട് തീരുമാനം എടുത്ത് കർത്താവിനെ സാക്ഷിക്കുന്നു. ഈ വലിയ മുഴയിൽ ചുവന്നുകൊണ്ട് ട്രാക്റ്റുമായിട്ട് വീടുകൾ കയറുക. അവർ 2 നിലയിൽ ആളുകൾ അതിനെ കാണും. ഒന്ന്, നീ ഇതൊക്കെ പറയുമ്പോൾ യേശു നിന്നെ സൗഖ്യമാക്കാൻ മേലെ എന്ന് ചിന്തിക്കുന്ന ഒരു 2% കാണും.
എന്നാൽ ഇവൻ ഈ നിലയിലും കർത്താവിനെ സാക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു 90% ആളുകളുമുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നീ കാലിന് വേദനയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് സാക്ഷ്യം പറ. നെഞ്ചിന് വേദനയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് സാക്ഷ്യം പറ. കണ്ണിന് പ്രയാസമുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് സാക്ഷ്യം പറ. ആരോഗ്യത്തിന് അല്പമെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ ഉറപ്പു തരാം. കർത്താവിനെ സാക്ഷിക്കാൻ തുടങ്ങിയാൽ അസ്ഥിവേദന മാറും, കാലിന്റെ വേദന മാറും, ആർത്രൈറ്റിസ് മാറും, കണ്ണിന്റെ പ്രയാസം മാറും, തലവേദന മാറും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. കർത്താവിനെ സാക്ഷിക്കുക, അത് സർവ്വരോഗ സംഹാരിയാണ്. ദിനംതോറും അത് സൗഖ്യം തരും, ദിനംതോറും അത് ജീവിതത്തെ പുത്തനാക്കും, ദിനംതോറും അത് ശക്തി തരും, ദിനംതോറും അത് ചൈതന്യം തരും. ഞാൻ അതിന്റെ ഒന്നാം സാക്ഷിയാണ്. അഞ്ചാമത്തെ കാര്യം, ഞങ്ങളുടെ സഭയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതൊക്കെ തീർന്നിട്ട് സാക്ഷികരണം തുടങ്ങാൻ ഓർത്തിരിക്കുക. അതും നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം സഭയുള്ളിടത്തോളം കാലം പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പ്രശ്നമില്ലാത്തൊരു സ്ഥലം ഞാൻ കണ്ടു, സെമിത്തേരി. അവിടെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. ഇച്ചിരി അങ്ങോട്ട് മാറി കിടക്കാം, ഇങ്ങോട്ട് മാറി. ഞാൻ ആഞ്ഞലിക്കുട്ടിക്കാരനാണ്, നീ കപ്പിലാമൂട്ടിലല്ലേ, ഇതൊന്നുമില്ല. എല്ലാം മൂന്ന് ഒരുമിച്ച് കിടക്കുക. അവിടെ കസേരയ്ക്ക് പ്രശ്നമില്ല. നിലവിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല. ജീവനുള്ളിടത്തെ പ്രശ്നമുള്ളൂ. ഞങ്ങളുടെ സഭയിലെ പ്രശ്നം തീർന്നിട്ട് സാക്ഷീകരിക്കാം, നടക്കില്ല. പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്നാ പിന്നെ എന്നെ മാർഗം സാക്ഷീകരണം തുടങ്ങി പ്രശ്നം തീർന്നുള്ളൂ. ഏത് സഭയിലെ പ്രശ്നം കൂടുതൽ? സുവിശേഷീകരണം ഇല്ലാത്ത സഭയിൽ. സുവിശേഷീകരണം ഇല്ലെങ്കിൽ പിന്നെ എന്നാ ജോലി? വഴക്ക് പിടിക്കുക. LKG UKG പിള്ളേരെ പോലെ അവൻ എന്നെ നോക്കി, ഇവൻ എന്നെ തോണ്ടി എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കമ്മിറ്റിയിൽ ഓരോ വിഷയങ്ങൾ കൊണ്ടുവരിക, ചർച്ച ചെയ്യുക, സന്ധ്യാവിഷയമായി ഒന്നാം ദിവസം. എന്നാൽ ദൗത്യത്തിലേക്ക് പോയാലോ? ദൗത്യത്തിലേക്ക് പോയാലൊന്നും നേരെ കിട്ടുന്നില്ല. ഇല്ല. അതിന് എത്ര തെളിവുകൾ തരാം? ഒരു വലിയ ലക്ഷ്യം മുമ്പിലുണ്ടെങ്കിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം പുറകിൽ തട്ടിക്കളയും. നിങ്ങൾ നിമിത്തം ഒരു ഗ്രാമം സുശേഷീകരിക്കപ്പെട്ടാൽ നിങ്ങൾ സാധ്യം ജോലി ചെയ്ത് വിജയിച്ചു. അത് നേട്ടമായി, നേട്ടമായി. ഹല്ലേലൂയ, സ്തോത്രം. ആരാ പൈസ കൊടുക്കുന്നത്? അതും സഭാജി 30 കൊല്ലം കഴിഞ്ഞത് എനിക്കൊരു കാര്യം മനസ്സിലായി. നനഞ്ഞവൻ തന്നെയാണ് വിളിക്കുന്നത്. കൊടുക്കുന്നൊരു കുറച്ച് പേരുണ്ട്, അവരെ കൊടുക്കുള്ളൂ. ബാക്കിയുള്ളവർ ദൈവകൃപയാൽ ഇന്നും രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു പോകും. അതൊന്നും ദൈവകൃപയല്ല, പിശാചിന്റെ കൃപയാണത്. അവസരം ഉണ്ടാക്കി കൊടുത്തോണം വേലയ്ക്ക്. അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ, അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. അതിനകത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ തട്ടിപ്പുണ്ടെങ്കിലോ അതൊന്നും നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട സഹോദരന്മാരെ ചുമതലപ്പെടുത്തുക, അന്വേഷിക്കാൻ. വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിലും ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. അതുകൊണ്ട് സഭാ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് സാക്ഷീകരണം സാധ്യമല്ല. സാക്ഷീകരണം നമ്മുടെ സഭയിൽ പ്രശ്നം താരതമ്യേന കുറവാണ്. എന്താണ് സഭകൾക്ക് സംഭവിച്ചത്? ക്രിസ്തീയ സഭകൾക്ക് എന്ത് സംഭവിച്ചു? പ്രോപ്പർട്ടികൾ ഉണ്ടായി, സ്ഥാപനങ്ങൾ ഉണ്ടായി, വിദ്യാഭ്യാസമുള്ളവരുണ്ടായി, പഠിച്ചവരുണ്ടായി, കഴിവുള്ളവരുണ്ടായി. എന്നിട്ട് എന്താ സംഭവിച്ചത്? സുവിശേഷീകരണത്തിൽ നിന്ന് പുറകോട്ട് പോയതാണ് സമുദായ സഭകളുടെ പരാജയത്തിന് കാരണം. ഇത് തന്നെ നമുക്ക് വരാൻ പോകുന്നു. സുവിശേഷീകരണത്തിന് മുൻതൂക്കം കൊടുക്കുന്നു എങ്കിൽ ബാക്കി പർവ്വതങ്ങളെല്ലാം ഇടിഞ്ഞു പോകും, ബാക്കി പുഴകളെല്ലാം നികന്നു പോകും, പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിപ്പോകും. സുവിശേഷീകരണം, 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 ഇത് തന്നെ നമ്മുടെ ലക്ഷ്യമാണെങ്കിൽ ബാക്കിയെല്ലാം അതിനകത്ത് അങ്ങ് ഒതുങ്ങിപ്പോകും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഫലം കായ്ക്കുക എന്ന് പറഞ്ഞാൽ ആത്മാക്കളെ നേടുക എന്നത്രേ. ഫലം കായ്ക്കുക
ഫലം കായ്ക്കുക എന്നതിന്റെ മറ്റേ അർത്ഥം ഞാൻ രണ്ട് കുറിപ്പാ വിഷയത്തിൽ പറയാമെന്ന് പറഞ്ഞല്ലോ. രണ്ടാമത്തെ കാര്യം, ഒന്ന് ആത്മാക്കളെ നേടുന്നതാണെങ്കിൽ, രണ്ടാമത്തേത് മത്തായി സുവിശേഷം 7-ാമത്തെ 16-ാം വാക്യം. 7:16. അവരുടെ ഫലങ്ങൾ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലം, ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയില്ല. ഇത് നിങ്ങളുടെ ഐഡന്റിറ്റിയും കൂടിയാണ്. ഫലം ഒരു വിശ്വാസിയുടെ തിരിച്ചറിയൽ രേഖയാണ്. തിരിച്ചറിയൽ രേഖയാണ്. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കഴിക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കഴിക്കുന്നു. നിങ്ങൾക്ക് അവയുടെ ഫലങ്ങളാൽ അവരെ തിരിച്ചറിയാം. അപ്പോൾ ഒരു ഭക്തനെ തിരിച്ചറിയാനും കൂടെ ബലം ഉപയോഗിക്കും. ബലം അവന്റെ ഒറിജിനൽ സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത്, തിരിച്ചറിയാൻ. അപ്പൊ ആത്മാക്കളാണ് ഒരു അർത്ഥമെങ്കിൽ മറ്റൊരർത്ഥം സ്വഭാവ രൂപീകരണമാണ്. ഏത് സ്വഭാവത്തിലേക്കാണ് നാം വരേണ്ടത്? നമുക്കറിയാം, ഫിലിപ്പിയർ 2:5 ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വളരെ ബലം കായ്ക്കുക എന്നതിന്റെ രണ്ടാമത്തെ ആശയം വ്യക്തമാക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിത്തീരും. സ്വഭാവ രൂപീകരണം. വാസ്തവത്തിൽ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ? നമുക്ക് സ്വഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതല്ലേ? നമുക്ക് സ്വഭാവത്തിൽ എന്തോ ഒരു മാറ്റം വന്നു. ഇതിനെ കുറിച്ചാണ് ഗലാത്യ ലേഖനം വിശദീകരിക്കുന്നത്. 5:22. ഗലാത്യർ 5:22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം. സ്നേഹം, സന്തോഷം, സമാധാനം. 3. ദീർഘക്ഷമ, ദയ, പരോപകാരം. വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. 3 9 ഫലങ്ങളാണ്. 3 വീതം അതിനെ തരംതിരിച്ച് പഠിക്കാം. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടല്ലേ ഇരിക്കുന്നേ. ഒരുവൻ വിശ്വാസത്തിൽ വന്നാൽ അവനിൽ ഈ കാര്യങ്ങളിലല്ലേ കൂടുതൽ മാറ്റം വരേണ്ടത്. പുറമേയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി ഒരുപാട് നമ്മൾ മസിൽ പിടിക്കുകയും ഒരുപാട് ആളുകളെ വിധിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. എന്നാൽ സ്വഭാവത്തെ കുറിച്ച് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? പുറമേയുള്ള കാര്യങ്ങളിൽ കണ്ടമാനം നമ്മൾ ആളുകളെ വിധിക്കുകയും അകമയുള്ള കാര്യങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ ആത്മീയതയാണോ? അതിൽ കൂടുതൽ പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരാളെ കണ്ടാൽ ഉടനെ ആ ആളെ നമ്മളത് വിധിക്കും. എന്താ കാര്യം? ഒരു പക്ഷേ അങ്ങനെ ഉടുപ്പ് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ മീശ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ അതുകൊണ്ടല്ല ഒരാളെ വിധിക്കേണ്ടത്. അവരുടെ സ്വഭാവം കൊണ്ടാണ്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. അവരുടെ ഉടുപ്പിനാൽ തിരിച്ചറിയുമെന്നല്ല, അവരുടെ പാറ്റിനാൽ തിരിച്ചറിയുമെന്നല്ല, അവരുടെ ഭാഷ കൊണ്ട് തിരിച്ചറിയുമെന്നല്ല. ഫലങ്ങളാൽ തിരിച്ചറിയും. ഇലകളാൽ തിരിച്ചറിയല്ല, ഫലങ്ങളാൽ തിരിച്ചറിയും. ഇലകളാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഫലങ്ങളാണ് തിരിച്ചറിയേണ്ടത്. ഒരു വിശ്വാസിയെ തിരിച്ചറിയേണ്ടത് അവരുടെ ഫലമാണ്, ഇലയല്ല. ഫലമുണ്ടായാലും കുഴപ്പമില്ല, ഇല ഉണ്ടായാൽ മതി. ഇതിന് ഗുരുതരമായ മാറ്റം നമുക്ക് വരേണ്ടിയിരിക്കുന്നു. സ്വഭാവത്തിൽ മാറ്റമുണ്ടോ? കോപം കുറഞ്ഞിട്ടുണ്ടോ? വൈരാഗ്യം കുറഞ്ഞിട്ടുണ്ടോ? പക കുറഞ്ഞിട്ടുണ്ടോ? സ്നേഹം കൂടിയിട്ടുണ്ടോ? വിശ്വസ്തത കൂടിയിട്ടുണ്ടോ? ക്ഷമിക്കാൻ മനസ്സുണ്ടോ? വിട്ടുകളയാൻ മനസ്സുണ്ടോ? സ്വഭാവത്തിൽ എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ? സ്നേഹപ്പെട്ട ശേഷം ചിന്തിക്കണം. ഞാൻ ചോദിക്കുന്നു, ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യർ ആരായിരിക്കണം? നമ്മളായിരിക്കണം. കാരണം എന്നാ? ഏറ്റവും നല്ല പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മളാണ്. ഒരാഴ്ച തന്നെ എന്നൊരു ദൂതാ കേട്ടത്.
ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ആളോ? അത് പിന്നെ പറയുന്നുള്ളൂ. പക്ഷെ അങ്ങനെ കാണുന്നുണ്ടോ? അങ്ങനെ ഒരു മാറ്റം കാണുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ഉപവസിച്ച ആള്, ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ആള്, ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ആള്, ഏറ്റവും കൂടുതൽ പ്രസംഗം കേട്ട ആള്, ഏറ്റവും ക്ഷമയുള്ളവരും ഏറ്റവും വിനയമുള്ളവരും ഏറ്റവും താഴ്മയുള്ളവരും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരുമായിട്ട് കാണുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഈ മെസ്സേജ് എഫക്റ്റ് ആവുന്നില്ലല്ലോ. ഈ മെസ്സേജ് എവിടേക്ക് പോവുകയാണല്ലോ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് ബോധപ്പെടുന്നു. നമ്മുടെ സ്വഭാവത്തെ മാറ്റുവാൻ നമുക്ക് ഇഷ്ടമാണോ? നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാൻ നാം ആഗ്രഹിച്ചിട്ടുണ്ടോ? സ്തോത്രം, 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 സ്തോത്രം. ഉണർവുണ്ടാകുന്ന ഒരു പ്രസംഗമല്ല ഇന്ന് രാത്രിയിൽ. ഉരിഞ്ഞുകളയുക, വിട്ടുകളയുക, മരിപ്പിക്കുക. 3 വാക്ക സ്വഭാവ രൂപീകരണത്തിന് കൊലോസ്യ ലേഖനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. ഉരിഞ്ഞുകളയുക, വിട്ടുകളയുക, മരിപ്പിക്കുക. കൊലോസ്യർ 3:6 മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്കത് കാണാം. ഉരിഞ്ഞുകളയുക, വിട്ടുകളയുക, മരിപ്പിക്കുക. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം. 5-ാമത്തെ വാക്യത്തിൽ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി, അതിനുശേഷം വിട്ടുകളയുവി, അതിനുശേഷം താഴെ വരുമ്പോൾ ഉരിഞ്ഞുകളയുവി, അതിനുശേഷം ധരിക്കുവി. ഇതെല്ലാം എന്തിനെ കാണിക്കുന്നു? സ്വഭാവമാണ്. ഉരിഞ്ഞുകളയാന്ന് പറഞ്ഞാൽ തൊലിയുരിഞ്ഞ വേദന എടുക്കാതിരിക്കും. സ്വഭാവ രൂപീകരണം പെയിൻഫുള്ളാണ്. മരിപ്പിക്കുക എന്ന് പറഞ്ഞാലോ അത് ഭയങ്കര കാര്യമാണ്. എന്നാൽ അതിനകത്തൊരു എളുപ്പമുണ്ട്. മലയാളത്തിൽ മരിപ്പിക്കുക എന്നുള്ളത് അങ്ങോട്ട് എഴുതിയിട്ട് വള്ളി എന്ന് വെട്ടിക്കുക. അപ്പൊ എന്താവും? മരപ്പിക്കുക. മരിപ്പിക്കുന്നതിന്റെ മുകളിൽ താഴെയുള്ള വള്ളി എന്ന് വെട്ടിക്കളഞ്ഞാൽ മരപ്പിക്കുക എന്നാവും. അതാ നടക്കുന്നുള്ളൂ. മരപ്പിച്ചാലുള്ള ഗുണം 2 മണിക്കൂർ ഒഴിവ് പഴയ നിലയിലായിരിക്കും. ഒരു നല്ല ഉണർവിനകത്തിരിക്കുമ്പോൾ ഒന്ന് മരപ്പിക്കും. ഓ ശരിയാവോ ഗോപിച്ചു സംഗതി പഴയതായി നോർമലായി. ഇനി എന്തുവാകാം? സ്വഭാവത്തിൽ മാറ്റം വരുന്നില്ല എങ്കിൽ നാം ഫലം കായ്ക്കുന്നില്ല. മരിപ്പിക്കുക, ഉരിഞ്ഞുകളയുക, വിട്ടുകളയുക, ധരിക്കുക. നമുക്ക് നമ്മോട് തന്നെ വെറുപ്പ് തോന്നും. എന്റെ സ്വഭാവത്തിന് ഇനി മാറ്റം വരയണം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. ഇന്ന് നമുക്ക് കർത്താവിന്റെ മുമ്പിൽ നമ്മളെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. യഥാർത്ഥമായ ഒരു ഫലം കായ്ക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കാം. ഫലത്തെ കുറിച്ച് ഇനിയും ഒരു സെഷൻ കൂടി എടുക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് തീർക്കട്ടെ. ഫലം കായ്ക്കാൻ എന്താ ചെയ്യണ്ടേ? യോഹന്നാൻ 15 അതിന്റെ കുറുക്കു വഴി കിടപ്പുണ്ട്. യോഹന്നാൻ 15 ഫലം കായ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? യോഹന്നാൻ 15:4-5. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പനെ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഫലം കായ്ക്കാൻ എന്ത് ചെയ്യണം? ഉത്തരമാണ് വായിച്ചത്. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ക്രിസ്തുവിൽ വസിക്കുകയാണ് ഫലം കായ്ക്കുവാനുള്ള മാർഗം. അപ്പൊ അടുത്ത ചോദ്യം, ക്രിസ്തുവിൽ എങ്ങനെ വസിക്കും? ക്രിസ്തുവിൽ വസിക്കുന്നത് ക്രിസ്തുവിൽ ജനിക്കുമ്പോഴും. ഒരു വൃക്ഷത്തിൽ ഒരു കൊമ്പ് വസിക്കുന്നത് ഒന്നും ചെയ്തിട്ടല്ല, അതൊരു നോർമൽ പ്രക്രിയയാണ്. ആ വൃക്ഷത്തിൽ നിന്നുള്ള കൊമ്പാണെങ്കിൽ അത് അതിൽ വസിക്കും.
ക്രിസ്തുവിൽ നിന്ന് ജനിച്ചാലേ ക്രിസ്തുവിൽ വസിക്കാൻ പറ്റുള്ളൂ. വീണ്ടും ജനനമെന്ന യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ഒരുത്തരെന്നിലും ഞാൻ അവനെ വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ബലം കായ്ക്കും. എങ്ങനെ കർത്താവിൽ വസിക്കുന്നത്? പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ, പരിശുദ്ധാത്മ നിറവിലൂടെ യേശുവിൽ വസിക്കുന്നതാണ് ഫലം കായ്ക്കാനുള്ള മാർഗം. നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കുകയാണെങ്കിൽ ഫലം ഓട്ടോമാറ്റിക്കായിട്ട് കായ്ക്കും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ജീസസ്. നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. നിങ്ങൾ വളരെ ഫലം കഴിക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുത്തും. അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. എന്താണ് ഫലം എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം. രണ്ട്, ആത്മാക്കളെ നേടുന്നത്. നമ്മുടെ സ്വഭാവത്തെ മാറ്റുവാൻ അത്ര എളുപ്പമല്ല. നമ്മിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന സ്വഭാവങ്ങളെ മാറ്റണമെങ്കിൽ ഇച്ചിരി വേദനയോടുകൂടെ നാം സമർപ്പിക്കണം. ഇന്ന് രാത്രി മനസ്സ് തുറന്ന് കർത്താവിനോട് പറയാമോ, എന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു മിനിറ്റ് ദൈവത്തോട് പറഞ്ഞാട്ട്, കർത്താവേ എന്നിൽ മാറ്റം വരുത്തണമേ. നമ്മൾ അഹങ്കാരികളാകാറുണ്ടോ? നമ്മൾ തന്റെ ഇടം കാണിക്കാറുണ്ടോ? നമ്മൾ പകയും പിണക്കവും വെച്ച് പുലർത്തുന്നുണ്ടോ? എങ്കിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. സ്വഭാവത്തിൽ മാറ്റം വരുത്തുക. ഏറ്റവും പ്രധാന ദൂത്, ഇന്നത്തെ ദൂത്, ആത്മാക്കളെ നേടുന്നില്ലെങ്കിൽ നീ ഫലമില്ലാത്ത വൃക്ഷമാണ്. ഫലമില്ലാത്ത വൃക്ഷത്തെ വെട്ടിക്കളയും. ഫലമില്ലാത്ത വൃക്ഷത്തിന്റെ വേര് പൊളിച്ചു കളയും. അതിനെ ഇനി വെച്ചോണ്ടിരിക്കുകയില്ല. ഇവിടെ നിൽക്കുന്ന ഒരൊറ്റയാൾ പോലും ഇതിൽ നിന്ന് ഒഴിവുള്ളവരല്ല. നമുക്കിന്ന് രാത്രി പറയാം, കർത്താവേ ഞാൻ സാക്ഷീകരണത്തിനായി എന്നെ സമർപ്പിക്കാം. നാളെ നിങ്ങൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരാൾ നിങ്ങളെ കുറിച്ച് പറയണം, ഈ സഹോദരൻ മൂലമാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത്, ഈ സഹോദരി മൂലമാണ് ഞാൻ വിശ്വാസത്തിൽ വന്നത്. നിങ്ങൾ മുടക്കുന്ന സ്തോത്ര കാഴ്ച ഈ മിഷൻ ഫീൽഡിലേക്കാണ് എന്നത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ചെയ്തോണം. ആത്മാക്കളെ നേടുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. സാക്ഷീകരണത്തിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. വിശുദ്ധി തികഞ്ഞിട്ടല്ല, വചനം പഠിച്ചു തീർന്നിട്ടല്ല, എന്റെ കാര്യങ്ങളെല്ലാം സെറ്റിലാക്കിയിട്ടല്ല, രോഗം മുഴുവൻ മാറിയിട്ടല്ല, സഭാപ്രശ്നം മുഴുവൻ തീർന്നിട്ടല്ല. ഇന്ന് ഞാൻ സമർപ്പിക്കുന്നു സാക്ഷീകരണത്തിനായി. ഇന്ന് ഞാൻ സമർപ്പിക്കുന്നു എന്റെ ജീവിതത്തിൽ മാറ്റത്തിനായി. ആത്മാർത്ഥമായി ഒരു സമർപ്പണത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം. എനിക്ക് കർത്താവിനെ സാക്ഷിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ എനിക്കതിന് ഇതുവരെ വേണ്ടവണ്ണം കഴിഞ്ഞിട്ടില്ല, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറയുന്നവർ കൈ ഉയർത്തി പിടിച്ചാട്ട്, ലജ്ജിക്കാതെ കൈ ഉയർത്തി പിടിച്ചാട്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു അഭിഷേകം, ഒരു ആത്മശക്തി ദൈവം നിങ്ങളുടെ മേൽ പകരും. ഒരു ആത്മശക്തി ദൈവം നിങ്ങളുടെ മേൽ പകരും. അപ്പോൾ നിങ്ങൾക്ക് സാക്ഷീകരണത്തിനായിട്ടുള്ള ആവേശം ഉണ്ടാകും, ഒരു കുറ്റബോധം ഉണ്ടാകും. ആത്മാക്കളെ നേടുന്നില്ല എങ്കിൽ നമ്മുടെ യത്നം വെറുതെയാണ്. ആത്മാക്കളെ സമർപ്പിച്ചാണ്. കർത്താവിന്റെ എല്ലാവരും വാദം പ്രാർത്ഥിച്ചാണ്. കർത്താവേ സാക്ഷീകരണത്തിനായി ശക്തി പകരണമേ. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. സാക്ഷീകരണത്തിനായി ശക്തി പകരണമേ. സാക്ഷീകരണത്തിനായി ശക്തി പകരണമേ. കർത്താവിനോട് പ്രാർത്ഥിച്ചാണ്. സ്വർഗീയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ സാക്ഷിക്കുന്നതിനുള്ള ഒരു വലിയ ഭാരം, ഒരു വലിയ ഭാരം ഇപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ. യേശുവിനെ സാക്ഷിക്കുന്നതിനുള്ള ഒരു ഭാരം ഇപ്പോൾ തന്നെ അവരുടെ ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ. സംശയങ്ങൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ, ഭയങ്ങൾ മാറട്ടെ, സംശയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിനെ സാക്ഷിപ്പാൻ ഒരു അഭിഷേകം ഇപ്പോൾ അവരുടെ മേൽ വ്യാപരിക്കുവാൻ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോട്
യേശുവിൻ നാമത്തിൽ തന്നെ. Amen. കർത്താവ്